നമസ്കാരം. കഴക്കൂട്ടത്ത് ഇന്നലെ ഉണ്ടായ ഒരു സംഭവവികാസം നോക്കണേ. ഒരു തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം ഈ കോൺഗ്രസ്സുകാരിൽ ചിലരുടെ ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ ഇനി ഈ നാട്ടിൽ എന്തും കാണിക്കാമെന്നാണോ? ഇന്നലെ കഴക്കൂട്ടത്തെ പ്രധാനപ്പെട്ട ഹോട്ടലായിട്ടുള്ള അൽസാജ് റെസ്റ്റോറൻറ്റിലെ ജീവനക്കാരനെയും ജീവനക്കാരിയും ചേർന്ന് ഓട്ടോറിക്ഷയ്ക്ക് സൈഡ് കൊടുത്തില്ല എന്നതിൻ്റെ പേരിൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹിയും സംഘവും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. നോക്കണേ, ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഈ ഹോട്ടലിലെ ജീവനക്കാരനും കൂടിയായിട്ടുള്ള ചാത്തന്നൂർ സ്വദേശി അഭി, ഒപ്പം തന്നെ അവിടുത്തെ ജീവനക്കാരിയായിട്ടുള്ള ദിവ്യ, ഇവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകുന്ന സന്ദർഭത്തിൽ റോഡിൽ വെച്ച് ഓട്ടോറിക്ഷയ്ക്ക് സൈഡ് കൊടുത്തില്ലത്രേ. വാഹനങ്ങളാണ്, രണ്ട് തരം മനുഷ്യരാണ്. ഒരാൾ എക്സ്പേർട്ട് ഡ്രൈവറാകാം, മുന്നേ പോകുന്ന ആൾക്ക് അത്രത്തോളം പരിചിതമുണ്ടാകില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് ബേസിക്കലി റോഡിൽ ഇറങ്ങുമ്പോൾ ഒരു ഡ്രൈവറിന് വേണ്ട ക്വാളിറ്റി. നമ്മൾ ചിലപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ ആയിരിക്കാം, പക്ഷേ മുന്നേ പോകുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഈ അടുത്തായിരിക്കും ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ അശ്രദ്ധമായിട്ട് ഡ്രൈവ് ചെയ്തായിരിക്കാം. അതൊരു വാക്കിൽ തീർക്കുന്നതിനപ്പുറം ഇപ്പോൾ അധികാരം കിട്ടി എന്നതിൻ്റെ പേരിലാണോ ഇങ്ങനത്തെ ഒരു അക്രമ സംഭവം നടത്തിയത് എന്ന് തോന്നിപ്പോവുകയാണ്. അല്ലെങ്കിൽ ഒരു സ്ത്രീയാണെന്ന പരിഗണന പോലും ഇല്ലാതെ ഷാജിയും അദ്ദേഹം വിളിച്ചു വരുത്തിയ സംഘവും ചേർന്നു ആ ഹോട്ടൽ ജീവനക്കാരനെ തല്ലിച്ചതയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കല്ലെടുത്ത് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം. ഒരു സൈഡ് കൊടുത്തില്ല എന്നതിൻ്റെ പേരിലാണ് ഇമാതിരി അക്രമങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. ദൃശ്യം നോക്കി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോട്ടൽ ജീവനക്കാർക്ക് ക്രൂരമർദ്ദനം. ഓട്ടോറിക്ഷയ്ക്ക് സൈഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞാണ് കല്ലുകൊണ്ട് ആക്രമിച്ചത്. മർദ്ദനമേറ്റ് തറയിൽ വീണ യുവതിയെയും യുവാവിനെയും അക്രമി സംഘം വീണ്ടും മർദ്ദിച്ചു. യുവതിയുടെ വയറ്റിൽ ചവിട്ടി വീഴ്ത്തി കൈയൊടിഞ്ഞു. യുവാവിന്റെ തലയ്ക്ക് ഗുരുതര പരിക്ക്. ഒരു ചെറിയ സംഭവവികാസത്തെ ഇത്രയും വലിയ സംഭവമാക്കി മാറ്റിയത് എന്ത് വൈരാഗ്യത്തിന്റെ പുറത്താണ്? ഒന്ന് സൈഡ് തന്നില്ല എന്നതിന്റെ പേരിൽ ഒരു സ്ത്രീയെയും പുരുഷനെയും ഒക്കെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാനൊക്കെ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതെന്ത് തരം മനോഭാവമാണ്, എന്ത് തരം ആത്മവിശ്വാസമാണ്? വെള്ളയും ഡ്രസ്സ് ഇട്ട അത് ദൃശ്യത്തിൽ കൃത്യമാണ്. അതിനുശേഷം ആരെയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതിനുശേഷമാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ആക്രമണത്തിൽ ജീവനക്കാരന്റെ തലയ്ക്ക് വലിയ പരിക്കേറ്റു. ആ സ്ത്രീയുടെ കൈക്ക് പൊട്ടലുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഇവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതും കണ്ടു. അതായത് കേവലം പറഞ്ഞു തീർക്കാവുന്നതോ ഒരു വാക്കിൽ തീർക്കേണ്ട വിഷയത്തിന് ഞങ്ങൾ തല്ലി തീർക്കുമെന്നൊരു സമീപനം സ്വീകരിക്കുന്നത് എന്ത് മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ്? കോൺഗ്രസ്സുകാർക്ക് അധികാരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണോ? കഴക്കൂട്ടം മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസും ഇടതുപക്ഷവും വിജയിച്ചില്ല. ഇക്കുറി BJP ആണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. അത്രയും വലിയ ആത്മവിശ്വാസം ഇവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് വരേണ്ടതില്ല. പക്ഷേ സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നു എന്നതിന്റെ മനോഭാവമാണോ ഈ രീതിയിൽ പൊതുജനങ്ങൾക്കിടയിൽ ചെറിയ വിഷയത്തിൽ പോലും അക്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള സംശയങ്ങൾ ശക്തമാവുകയാണ്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴക്കൂട്ടം പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ആക്രമിച്ചു എന്ന ദൃശ്യത്തിൽ വ്യക്തമായിട്ടുള്ള ഷാജിയും ഒപ്പം തന്നെ മറ്റൊരു വ്യക്തിയും അവർക്കും മർദ്ദനമേറ്റു എന്നതിന്റെ പേരിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും CCTV ദൃശ്യങ്ങൾ വെച്ചിട്ട് ചില യാഥാർത്ഥ്യങ്ങൾ അതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഒരു ഹോട്ടൽ ജീവനക്കാർക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സന്ദർഭത്തിൽ ഒന്ന് സൈഡ് കൊടുത്തില്ല എന്ന ഒറ്റ കാരണത്താൽ ഇമാതിരി അതിക്രമങ്ങൾ ഒരു കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ബ്ലോക്ക് ഭാരവാഹി തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? പ്രത്യേകിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ തന്നെ ഇങ്ങനെ ഒരു അക്രമം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിൻ്റെ പേരിലെന്ന് ജനം സംശയിച്ചാലും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല തന്നെ.